നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ കോർപ്പറേഷന് സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ്. CPM ലോക്കൽ കമ്മിറ്റി അംഗവും തെക്കുംകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ VG ജയസൂര്യനെ വധിക്കുമെന്ന് ഭീഷണി. തൃശൂർ പാണ്ടിപ്പറമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനു സമീപം പുതിയതായി നിർമ്മിച്ച റോഡുകളിൽ മഴയെ തുടർന്ന് വെള്ളം കെട്ടിനിൽക്കുന്നു. പൂവഞ്ചിറയിൽ മോഷണം, വീട്ടമ്മയുടെ സ്വർണമാല കവർന്നു, CCTV ദൃശ്യം പുറത്ത്. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷന് സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ്. പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന് സംസ്ഥാന സർക്കാരിന്റെ അഭിമാനകരമായ പരിസ്ഥിതി മിത്രം അവാർഡ് 2026 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ലഭിച്ചു. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ്, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ലോക പരിസ്ഥിതി ദിനാചരണ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി VD സതീശൻ പുരസ്കാരം സമ്മാനിക്കും. മേയർ ഡോക്ടർ നിജി ജസ്റ്റിന്റെ നേതൃത്വത്തിൽ 56 ഡിവിഷനുകളിലും കോർപ്പറേഷൻ മാലിന്യ നിർമ്മാർജ്ജനം, ജലസംരക്ഷണം, ഹരിതവൽക്കരണം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു വരികയാണ്. മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, പുനരുപയോഗം, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നിരോധനം തുടങ്ങിയ മേഖലകളിൽ കോർപ്പറേഷൻ നടപ്പിലാക്കിയ സമഗ്രമായ പദ്ധതികളെ മുൻനിർത്തിയാണ് ഈ നേട്ടം. അവാർഡിലേക്ക് നയിച്ച പ്രധാന നേട്ടങ്ങൾ: അനുകരണീയമായ ജലസംരക്ഷണം. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ നിരവധി ജലാശയങ്ങൾ പുനരുജ്ജീവിച്ചു. വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് മീറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തി. ജിയോ ബ്ലൂ വാട്ടർ ഫോറസ്റ്റ്, ജിയോ ബ്ലൂ അൽഗോക്സ് തുടങ്ങിയ അത്യാധുനിക നാനോ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കെമിക്കലുകളില്ലാതെ ജലാശയങ്ങളിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിച്ച് ശുദ്ധീകരിച്ചു. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തടയാൻ ബോധവൽക്കരണവും സ്ക്വാഡ് പരിശോധനകളും പിഴ നടപടികളും നടപ്പിലാക്കി വരുന്നു. തൃശൂർ കോർപ്പറേഷന് ലഭിച്ച പരിസ്ഥിതി മിത്രം അവാർഡ് നഗരത്തിലെ മുഴുവൻ ജനങ്ങളുടെയും കൌൺസിലർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രവൃത്തിയുടെ ഫലമാണ്. കോർപ്പറേഷൻ വിഭാവനം ചെയ്ത ജലസംരക്ഷണ, മാലിന്യ സംസ്കരണ പദ്ധതികളോട് നഗരവാസികൾ കാണിച്ച സഹകരണമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും ഭാവിയിൽ വലിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനുള്ള കരുത്തും ഉത്തരവാദിത്വവും നൽകുന്നുവെന്നും പരിസ്ഥിതി സംരക്ഷണത്തിൽ തൃശൂർ മോഡൽ കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുമെന്നും മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പറഞ്ഞു. CPM ലോക്കൽ കമ്മിറ്റി അംഗവും തെക്കുംകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ VG ജയസൂര്യനെ വധിക്കുമെന്ന് ഭീഷണി. ചെപ്പാറ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് CPIM നേതാക്കൾക്കെതിരെയും CPIM-നെതിരെയും കൊലവിളികളുമായി ക്രിമിനലുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെ ജനകീയ പ്രതിരോധം എന്ന നിലയിൽ തുറന്നു കാണിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെക്കുംകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ വൈസ് ചെയർമാനുമായ PN സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവുമായ EN ശശി അധ്യക്ഷനായി. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി AR ചന്ദ്രൻ, ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലേയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ഏരിയ കമ്മിറ്റി അംഗം TV സുനിൽകുമാർ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു, VG ജയസൂര്യ എന്നിവർ സംസാരിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NG സന്തോഷ് ബാബു സ്വാഗതവും അംഗം CV സുനിൽകുമാർ നന്ദിയും അറിയിച്ചു. ആർക്കും നമ്മുടെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ചപ്പാറയുടെ പാറയുള്ള സ്ഥലത്ത് കൈവശം 80 കൈവശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പട്ടയം കൊടുക്കണമെന്നും ഇപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. തീർച്ചയായും അത്തരം കാര്യങ്ങൾ എന്താണ് അതിന് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ തങ്ങളുടെ കക്ഷിയിൽപ്പെട്ട ആളാണ് കയ്യേറ്റക്കാരൻ, അതുകൊണ്ട് ആ കയ്യേറ്റക്കാരനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഊരിപോരുകയാണ്. കോൺഗ്രസ് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഈ കയ്യേറ്റക്കാരന് കൊടുക്കുകയാണ്. അങ്ങനെ കോൺഗ്രസ് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഈ കയ്യേറ്റക്കാരന് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ജയസൂര്യയെ 18 റൗണ്ട് വെടിവെച്ച് കൊലപ്പെടുത്തും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ആവശ്യമായിട്ടുള്ള ധൈര്യം അദ്ദേഹത്തിന് അങ്ങനെ ലഭിക്കുന്നത്. ഞങ്ങൾ ആരുടെയും ഭയത്തിന് കീഴടങ്ങുന്ന ആളുകളല്ല.
കമ്മ്യൂണിസ്റ്റുകാർ ഈ നാടിൻ്റെ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, ഈ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാവെന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ അഹോരാത്രം പ്രവർത്തിക്കുന്ന തൊഴിലാളി സ്നേഹികളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് ഒരുപാട് ഭീഷണികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് പിണറായി വിജയന്റെ തലയ്ക്ക് 1 കോടി രൂപ തങ്ങളുടേതായിട്ടുള്ള കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇന്ന് ആരംഭിച്ചതല്ല, കാലങ്ങളായിട്ട് ആരംഭിച്ചതാണ്. ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ, തെക്കക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അത്തരം രീതിയിലുള്ള ശ്രമം നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇതിനകം അവിടെ നടത്തി കഴിഞ്ഞതാണ്. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കാൻ തയ്യാറാവാതെ ഇവിടെ ഒരു ഫേസ്ബുക്ക് വാചകം ഇവിടെ വായിക്കുകയുണ്ടായി. അടുത്ത ദിവസമാണ് CPIMൻ്റെ നേതാവും തെക്കങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജയസൂര്യയെ വധിക്കുമെന്നാണ് പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചെപ്പാറയിലേക്ക് കയറിയാൽ ഇനി തിരിച്ചു പോവില്ല എന്ന പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തുകയാണ്. ഇത് ആരുടെ ആരുബലത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നതെന്ന് നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയാം. ഒരു ഘട്ടത്തിൽ തെക്കങ്കര ഗ്രാമപഞ്ചായത്തിലെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ CPMും CPIയും കോൺഗ്രസും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെപ്പാറയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിന് തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകിയതാണ്. തൃശൂർ പാണ്ടിപ്പറമ്പ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനു സമീപം പുതിയതായി നിർമ്മിച്ച റോഡുകളിൽ മഴയെ തുടർന്ന് വെള്ളം കെട്ടി നിൽക്കുന്നു. മുടിക്കോട് പൊങ്ങണംകാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള അപര്യാപ്തത മൂലം വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അടുത്തിടെ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് നിർമ്മാണത്തിലെ പോരായ്മകളും അധികൃതരുടെ അനാസ്ഥയുമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. മഴ ശക്തമാകുന്നതോടെ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം നിറയുകയും ഇതുവഴി വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. പൂവഞ്ചിറയിൽ മോഷണം, വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്നു. CCTV ദൃശ്യം പുറത്ത്. 3 പവനോളം തൂക്കം വരുന്ന മാലയാണ് കവർന്നത്. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് മോഷ്ടാവ് പ്രദേശത്തെത്തിയത്. പൂവഞ്ചിറയ്ക്ക് സമീപം പാണേക്കാട് പ്രദേശത്തെ വീടുകളിലും മോഷണ ശ്രമം നടത്തിയതായും സൂചനയുണ്ട്. പീച്ചി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാവ് എന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. വിമലഗിരി പബ്ലിക് സ്കൂളിൽ LKG UKG പ്രവേശനോത്സവം വാർഡ് മെമ്പർ സന്ദീപ് KS ഉദ്ഘാടനം ചെയ്തു. ഫാദർ കുര്യാക്കോസ് സ്കൂളിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ V ബിന്ദു സംസാരിച്ചു. To this beautiful gathering. The cooperation is the key. സംഗതി ഈ വൈകുന്നേരം തൊട്ട് ഈ നിമിഷം വരെ സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നോണം നല്ല ഒരു മഴ നമുക്ക് ലഭിച്ചു. കുട്ടികളുടെ കളിയും ചിരിയും. ഈ വർഷം 1-2 കുട്ടികൾ മാത്രം കരയുന്നതേ ഞാൻ കണ്ടുള്ളൂ. ബാക്കി ആരും കരയുന്നത് ഞാൻ കണ്ടില്ല.
സാധാരണ pre-KG LKG കഴിഞ്ഞ വർഷം കരച്ചിലൊക്കെ നിർത്താൻ പെടുന്ന പാട് ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ തുടക്കം കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ വന്നു. പേരൻസ് അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളെല്ലാം റീൽസ് ഒക്കെ കാണുമ്പോൾ ഈ കുരുന്നുകളുടെ കരച്ചിലും ചിരിയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും, നമുക്കൊരു കൗതുകം തോന്നും. അവർ ക്ലാസ്സിലേക്ക് വരുന്നതും അവരുടെ ഓരോ ചിരിയും കളിയും. കുറച്ചു നേരം കഴിയുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വല്ല ആർത്തുല്ലസിച്ച് വരുന്ന കുട്ടികളാവാം, സ്കൂളിൽ വരുമ്പോൾ കരയും, കുറച്ച് കഴിയുമ്പോൾ അവർ ചിരിക്കും, പിന്നെ എല്ലാവരുമായിട്ട് മിങ്കിളാകും. ഇന്നലെ ഞാൻ റീൽസ് കണ്ടപ്പോൾ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ തൃശൂർ മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിനെ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ആദരിച്ചു. ജൂൺ 3-ാം തീയതി സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിലാണ് തൃശൂർ മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദരിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ സജു ചാക്കോ, ഹെഡ്മാസ്റ്റർ റിൻസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. സ്കൂളിന് 100% വിജയം നേടിക്കൊടുത്ത വിദ്യാർത്ഥിനികളെയും വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും അനധ്യാപകരെയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. വിദ്യാലയത്തിന് ആദരം നൽകുന്നതിന്റെ ഭാഗമായി ഹെഡ്മാസ്റ്റർ റിൻസ് പി സെബാസ്റ്റ്യനെ കേന്ദ്രമന്ത്രി പൊന്നയാട അണിയിച്ച് ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സജു ചാക്കോ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് ആശംസകൾ അറിയിച്ചു. ഹെഡ്മാസ്റ്റർ റിൻസ് പി സെബാസ്റ്റ്യൻ സ്വാഗതവും അധ്യാപക പ്രതിനിധി സിനി കുര്യൻ നന്ദിയും അറിയിച്ചു. ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും ഇത്രയും പോലും ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത സ്കൂളുകളിൽ പഠിച്ചു വന്നവര് ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിലാണ് കൊല്ലത്ത് തങ്കശ്ശേരിയിൽ ഞാൻ പഠിക്കുന്നത്. അവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പണിഞ്ഞ കെട്ടിടങ്ങളിലൊക്കെയാണ് ഇരുന്ന് പഠിച്ചതെങ്കിലും ആ കെട്ടിടങ്ങൾക്കൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോഴും നല്ല മനോഹാരിതയുണ്ട്, നല്ല അന്തരീക്ഷമുണ്ട്. ഇപ്പം അതെല്ലാം പൊളിച്ചിട്ട് പുതിയ കെട്ടിടങ്ങളൊക്കെ വന്ന് ആധുനിക അന്തരീക്ഷത്തിലിരുന്നാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെട്ടുകാട് 198-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടത്തി. വെട്ടുകാട് ഓംകാര സമാജം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ബേബി തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിസൺ വർഗീസ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കാവ്യ രഞ്ജിത്ത്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ KT അവറാച്ചൻ, രാജേഷ് കുമാർ, പഞ്ചായത്ത് അംഗം രേഖ ചാക്കോ, മണ്ഡലം സെക്രട്ടറി രാമചന്ദ്രൻ, KK വേലായുധൻകുട്ടി എന്നിവർ സംസാരിച്ചു. ലോകകപ്പിന് മുന്നോടിയായി ഫുട്ബോൾ ആവേശത്തിൽ തെക്കുംപാടത്തെ ഫുട്ബോൾ ആരാധകർ. അർജന്റീനയും ബ്രസീലും ടീമുകളുടെ ആരാധകർ വൻ കട്ടൌട്ടുകളും അലങ്കാരങ്ങളും ഒരുക്കി. ഇരു ടീമുകളുടെയും താരങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഫ്ലക്സുകൾ തെക്കുംപാടം പ്രദേശത്ത് സ്ഥാപിച്ചു. ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഫുട്ബോൾ ആവേശം തെക്കുംപാടത്ത് നിറഞ്ഞു കഴിഞ്ഞതായി കാഴ്ചകൾ വ്യക്തമാക്കുന്നു. വരാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിനെ വരവേൽക്കാൻ ആവേശത്തോടെ PMC ചേറൂർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി വൺ ലാസ്റ്റ് ഡാൻസ് എന്ന ശീർഷകത്തിൽ ഒരുക്കിയ ഒരു ബൃഹത്തായ ഫ്ലെക്സ് ബോർഡ് ചേറൂരിൽ ശ്രദ്ധ നേടുന്നു. ഏറ്റവും വലിയ പ്രത്യേകത, പ്രിയപ്പെട്ട ഫുട്ബോൾ താരങ്ങൾക്കൊപ്പം പ്രദേശത്തെ ഫുട്ബോൾ പ്രേമികളായ നാട്ടുകാരുടെ ചിത്രങ്ങൾ കൂടി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ലോകകപ്പ് ആവേശത്തിൽ താരങ്ങൾക്കൊപ്പം പ്രിയപ്പെട്ട നാട്ടുകാരെയും ഉൾപ്പെടുത്തി ഒരുക്കിയ ഈ സംരംഭം ഫുട്ബോൾ ആരാധകർക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിക്കുന്നു. അർജന്റീനയുടെയും ബ്രസീലിന്റെയും താരങ്ങൾക്കൊപ്പം നാട്ടുകാരും ചേർന്നുള്ള കൂട്ടായ്മ ഫുട്ബോൾ സ്നേഹത്തിന്റെ വേറിട്ട മാതൃകയായി മാറുകയാണ്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ.
റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കനത്ത മഴയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കാലവർഷം എത്തും മുൻപേ വടക്കാഞ്ചേരിയിൽ കാലവർഷക്കെടുതി. കാഞ്ഞിരക്കോട് തോട്ടുപാലത്ത് സുക്താര ഹൌസിൽ സെയ്തുവിന്റെ ഉടമസ്ഥതയിലുള്ള കിണറാണ് പുലർച്ചെ 6ഓടെ ഇടിഞ്ഞു താഴ്ന്നത്. 15 കോൽ താഴ്ചയുള്ള കരിങ്കല്ല് കെട്ടിയ കിണറാണ് പൂർണ്ണമായി താഴ്ന്നത്. അപകട സമയത്ത് കിണറിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളും ഗ്യാസ് സിലിണ്ടറും കിണറിനുള്ളിലേക്ക് പതിച്ചു. വീട്ടുകാർക്ക് പുറമെ സമീപത്തെ വടക്കൻ വീട്ടിൽ ഷീന എന്ന അയൽവാസി കൂടി ആശ്രയിച്ചു വന്നിരുന്ന കിണറായതിനാൽ പ്രദേശവാസികൾക്കിടയിൽ വലിയ ആശങ്കയാണുള്ളത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കിണറിന്റെ ബാക്കി ഭാഗങ്ങളും ഇടിഞ്ഞു താഴാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ലെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് രാവിലെ ഞാൻ എണീക്കുമ്പോൾ ഒരു ശബ്ദം കിട്ടുമ്പോൾ അപ്പോൾ ഞാൻ എനിക്ക് നോക്കുമ്പോൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ അപ്പോൾ കിണറിടിച്ച് വീഴുന്ന കിണർ വീഴുമ്പോൾ 2 ബൈക്ക് അതിന് മുകളിലുണ്ടായിരുന്നു. ആ ബൈക്കും പോയി, എല്ലാം പോയി. അപ്പോൾ കാണുമ്പോൾ കിണറിടിച്ച് വീഴുന്ന ഒക്കെ കിണറിനുള്ളിൽ പോയി. മോട്ടോർ, ഗ്യാസ് കുട്ടി എല്ലാം പോയി. കോർപ്പറേഷൻ പദ്ധതികളുടെ തുടർച്ചയായുള്ള തടസ്സങ്ങൾ നീക്കാൻ മുഖ്യമന്ത്രിയെ കണ്ട് ഉറപ്പ് ലഭിച്ചു. മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും കണ്ട് മേയർ തൃശൂർ കോർപ്പറേഷനിലെ തടസ്സപ്പെട്ട് കിടക്കുന്ന പദ്ധതികളുടെ തടസ്സം നീക്കി എല്ലാവിധ സഹകരണവും പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് ലഭ്യമാക്കി. മികവുറ്റ രീതിയിൽ പദ്ധതികൾ വിജയിപ്പിക്കാനുള്ള സഹകരണം തേടി. എല്ലാ വകുപ്പ് മന്ത്രിമാരും നിർലോഭമായ സഹകരണമാണ് വാഗ്ദാനം ചെയ്തത്. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കോർപ്പറേഷന് പിന്തുണ ലഭ്യമാക്കുമെന്ന് ഉറപ്പുവരുത്തിയെന്ന് മേയർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ നെല്ല് കർഷകരുടെ അഭ്യർത്ഥന പ്രകാരം നെല്ല് സംഭരണത്തിനായി അടിയന്തര ഫണ്ട് അനുവദിക്കാനുള്ള നിവേദനം തൃശൂർ MLA രാജൻ പല്ലൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന് സമർപ്പിച്ചു. എത്രയും പെട്ടെന്ന് ഫണ്ട് അനുവദിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഒറ്റയ്ക്ക് താമസിക്കുന്ന ബെന്നിക്ക് സുമനസുകളുടെ കാരുണ്യത്തിൽ സ്വപ്നഭവനം ഒരുങ്ങുന്നു. നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. ആശാരിക്കാട് പുന്നച്ചുവട് സ്വദേശി കാലായിൽ ബെന്നിക്കാണ് നാട്ടുകാരുടെ സ്നേഹക്കൂട്ടായ്മയിൽ പുതിയ സ്വപ്നഭവനം ഒരുങ്ങുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിനുള്ള സാങ്കേതിക പരിമിതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പാണഞ്ചേരി പഞ്ചായത്ത് മെമ്പർ KV അനിതയുടെ നേതൃത്വത്തിൽ നാട് ഒന്നിച്ചത്. ബെന്നിയുടെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട വാർഡ് മെമ്പർ വിഷയം പഞ്ചായത്തിൽ അവതരിപ്പിച്ചെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തി എന്ന കാരണത്താൽ ലൈഫ് പദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാതെ പോയി. ഇതോടെയാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ 7-അംഗ നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ചത്. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിലെ സുമനസ്സുകളും വിവിധ രാജ്യങ്ങളിലുള്ള പ്രവാസി സുഹൃത്തുക്കളും സഹായഹസ്തം നീട്ടി.
പിരിച്ചെടുത്ത തുകയും നാട്ടുകാർ നൽകിയ നിർമ്മാണ സാമഗ്രികളും കൊണ്ട് ആരംഭിച്ച വീട് നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഒരു മുറി, അടുക്കള, ഹാൾ, ശുചിമുറി എന്നിവ ഉൾപ്പെടുന്ന വീടിന്റെ തേപ്പും പെയിന്റിംഗും പൂർത്തിയായി വരുന്നു. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ അവസാന ഘട്ടത്തിലാണ്. വർഷക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബെന്നിക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും. ചോർന്നൊലിക്കുന്ന കൂരയിൽ നിന്ന് സുരക്ഷിതമായൊരു വീട്ടിലേക്ക് മാറ്റുക അദ്ദേഹത്തെ അത് തങ്ങളുടെ ലക്ഷ്യമായിരുന്നുവെന്നും കമ്മിറ്റിയുടെ പ്രധാന അംഗമായ അജീഷ് സത്യവിംശം പറഞ്ഞു. ആരുമില്ലാത്ത തനിക്ക് ഈ നാട് തന്നെയാണ് എല്ലാമെന്നും എല്ലാവരോടും നന്ദിയുണ്ടെന്നും സന്തോഷത്തോടെയും നിറകണ്ണുകളോടെയും ബെന്നി പ്രതികരിച്ചു. അടുത്ത ആഴ്ച വീടിന്റെ താക്കോൽ കൈമാറലും പാലുകാച്ചൽ ചടങ്ങും നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കമ്മിറ്റി അംഗങ്ങളും. പഞ്ചായത്ത് അംഗം KV അനിത, ലൈജു ആലുമൂട്ടിൽ, ബെന്നി നെരിച്ചിനാൽ, റോബിൻസ് ആലുമൂട്ടിൽ, KS ഷാജി, പൌലോസ്, അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം നടത്തുന്നത്. കാടിന്റെ മക്കൾക്കൊപ്പം സപ്തതി ആഘോഷിച്ച് P. ചന്ദ്രശേഖരൻ. 70 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകി പീച്ചി വനമേഖലയിൽ കാടിന്റെ മക്കൾക്കൊപ്പം 70ാം പിറന്നാൾ ആഘോഷിച്ചതിന്റെ ആത്മനിർവൃതിയിലാണ് പെരിങ്ങാവ് സ്വദേശി P. ചന്ദ്രശേഖരൻ. താമരവെള്ളച്ചാൽ ഉന്നതിയിൽ നടത്തിയ സപ്തതി ആഘോഷം കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ദേശവാസികൾക്കും വേറിട്ട അനുഭവമായി. ആഘോഷത്തിന്റെ ഭാഗമായി ഉന്നതിയിലെ 70 കുടുംബങ്ങൾക്ക് 5 കിലോ അരിയും 13 ഇനങ്ങളും അടങ്ങിയ ഭക്ഷ്യക്കിറ്റും നൽകി. കണ്ടത്ത് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടത്തിയ ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ പെരിങ്ങാവ് ഡിവിഷൻ കൌൺസിലർ ഷാരി കിഷോർ കുമാർ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ഊരുമൂപ്പൻ PC വാസു അധ്യക്ഷത വഹിച്ചു. താമരശാൽ വാർഡ് മെമ്പർ വിനോദ് തേനംപറമ്പിൽ, പാണഞ്ചേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP രവീന്ദ്രൻ, ഉന്നതിയിലെ സാമൂഹ്യ പഠനമുറി ഫെസിലിറ്റേറ്റർ രമ്യ MK, നന്ദകുമാർ V, സുനന്ദൻ TK, C. കിഷോർ കുമാർ എന്നിവർ സംബന്ധിച്ചു. സെൻട്രൽ സെൻസസ് വകുപ്പിൽ നിന്ന് സീനിയർ SA ഗ്രേഡ് 1 തസ്തികയിൽ വിരമിച്ച തൃശൂർ P. ചന്ദ്രശേഖരൻ സർവീസിലിരിക്കെ ജോലിയുടെ ഭാഗമായി ട്രൈബൽ മേഖലകൾ സന്ദർശിക്കുന്നതിനിടെ ഉന്നതികളിലെ കുടുംബങ്ങളുടെ ദുരിതങ്ങൾ കണ്ടറിഞ്ഞ് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പഠന മികവിന് ആദരണീയത്തിന്റെ ആദരത്തിന് തുടക്കമായി. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മിടുക്കിക്കുട്ടി നിവേദ്യ K. പ്രദീപിനെ മുഖ്യരക്ഷാധികാരിയും മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. അഡ്വക്കേറ്റ് S. അജി, കോർപ്പറേഷൻ കൌൺസിലർ വത്സല ബാബുരാജ്, K. ഗോപാലകൃഷ്ണൻ, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ, K. സുരേഷ് കുമാർ, CC ദേവി എന്നിവർ പങ്കെടുത്തു. ഒരു തരം ലഹരിയും നല്ലതല്ല, ആനന്ദമാണ് ആവശ്യം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2026-27 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പൊതുവെ നന്നായിട്ടുണ്ടെങ്കിലും അതിലൊരു അപാകതയുണ്ട്. വിദ്യാഭ്യാസ കലണ്ടറിന്റെ എല്ലാ പേജുകളിലും പ്രധാനപ്പെട്ട കോളത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ചിത്രത്തിന് സമീപം പഠനമാണ് ലഹരിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് തെറ്റായ സന്ദേശം നൽകാൻ ഇടയാക്കും. ഒരു തരം ലഹരിയും വ്യക്തിക്കും സമൂഹത്തിനും നല്ലതല്ല. ലഹരി വിവേകത്തെ നഷ്ടപ്പെടുത്തുന്നു. ഇതുമൂലം വ്യക്തി മാനസികവും ശാരീരികവുമായ അടിമത്തത്തിലേക്ക് വഴുതി വീഴും. യഥാർത്ഥത്തിൽ പഠനം കൊണ്ട് ആനന്ദമാണ് ഉണ്ടാകേണ്ടത്. ആനന്ദം കൂടുതൽ സ്വതന്ത്രരാക്കും, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. പഠനം ആനന്ദകരമാകുമ്പോഴും പഠനത്തിലൂടെ ആനന്ദം ലഭിക്കുമ്പോഴും നാം കൂടുതൽ സ്വതന്ത്രരായി മാറും. വിദ്യ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു എന്ന ആപ്തവാക്യം ഇതാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ കലണ്ടറിലെ പഠനമാണ് ലഹരി എന്നതിൽ ലഹരി എന്നതിന് പകരം പഠനമാണ് ആനന്ദം എന്ന ആക്കി മാറ്റുന്നത് കൂടുതൽ ഉചിതമായിരിക്കുമെന്ന് സർവോദയ ദർശൻ ചെയർമാനും മുൻ പ്രധാന അധ്യാപകനുമായ M. പീതാംബരൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. ഇത്തരമൊരു നിർദ്ദേശം വച്ച് സംസ്ഥാന മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നിവർക്ക് സർവോദയ ദർശൻ ചെയർമാൻ M. പീതാംബരൻ മാസ്റ്റർ കത്തുകൾ അയച്ചു. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2026-27 വർഷത്തേക്ക് തയ്യാറാക്കിയ വിദ്യാഭ്യാസ കലണ്ടർ പൊതുവെ നന്നായിട്ടുണ്ട്. പക്ഷെ ഒരു പ്രധാന അപാകത അതിൽ വന്നുപെട്ടിട്ടുണ്ട്. കലണ്ടർ എല്ലാ പേജുകളിലും ആദ്യത്തെ കോളത്തിൽ ഒരു കുട്ടി പഠിക്കുന്ന ചിത്രം കൊടുത്തുകൊണ്ട് പഠനമാണ് ലഹരി എന്ന് എല്ലാ പേജുകളിലും കൊടുത്തിരിക്കുകയാണ്. പഠനം ഒരിക്കലും ലഹരിയാകാൻ പാടില്ലാത്തതാണ്. കാരണം എല്ലാ തരം ലഹരിയും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ലഹരി വാസ്തവത്തിൽ ലഹരിയും അതുപോലെ തന്നെ ഉള്ള അമിത ആസക്തിയും ആവേശവുമൊക്കെ ഒരു തരത്തിലുള്ള മാനസികവും കായികവും ആയ ശാരീരികവുമായ അടിമത്തത്തിലേക്കാണ് നയിക്കുക. ലഹരി പൊതുവെ വിവേകത്തെ നശിപ്പിച്ചുകൊണ്ട് അടിമത്തത്തിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പഠനമാണ് ലഹരി എന്നതിന് പകരം പഠനമാണ് ആനന്ദം എന്ന് കൊടുക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. ആനന്ദം എല്ലായ്പ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കും ആണ് നയിക്കുന്നത്. അതുകൊണ്ട് വിദ്യയിലൂടെ പഠനത്തിലൂടെ ആനന്ദത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുന്ന ഒരു സന്ദേശം കുട്ടികൾക്കും വിദ്യാഭ്യാസ സമൂഹത്തിനും കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. മറ്റൊരിടവേള കൂടി.
3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. ഓൾ കേരള ഓട്ടോ കൺസൾട്ടൻസ് ഓർഗനൈസേഷൻ INTC-യുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ RTO ഓഫീസുകൾ ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കുന്നത് ഒഴിവാക്കണമെന്നും മറ്റ് ഗവൺമെന്റ് ഓഫീസുകൾ 5 മണിവരെ പ്രവർത്തിക്കുമ്പോൾ ഈ നിയമം പിൻവലിക്കണമെന്നും ഓട്ടോ കൺസൾട്ടന്റുമാരെ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനറൽ സെക്രട്ടറി വിജയൻ പുളുക്കുഴി സ്വാഗതവും സംസ്ഥാന ഭാരവാഹികളായ NT വാസു, CD ജെയിംസ്, പ്രസാദ്, അബു താലിബ്, തോമസ്, ഷിബു എന്നിവരും സംസാരിച്ചു. പ്രത്യേകിച്ച് ഭരണകക്ഷി അല്ലാതായിരിക്കുമ്പോൾ ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിടേണ്ടതില്ല, സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഈ 10 വർഷക്കാലം നിങ്ങൾ ഈ യൂണിയനിൽ അംഗമായി നിങ്ങളുടെ ഈ സംഘടനയെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങളെടുത്ത ഏറ്റവും വലിയൊരു പ്രയത്നമുണ്ട്. ആ പ്രയത്നത്തെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റവും അധികം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ വലിയ സന്തോഷം. ഈ 10 കൊല്ലം മീറ്റ് യുവർ കളക്ടർ 2.0 5-ാം അധ്യായത്തിൽ SB ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുമായി സംവദിച്ച ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. ഭരണകൂടം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സ്കൂളിലെ 20ഓളം അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കാളികളായി. ഒരു വിദ്യാർത്ഥി സ്വയം തയ്യാറാക്കിയ മനോഹരമായ ഡിജിറ്റൽ ആർട്ട് ജില്ലാ കളക്ടർക്ക് ഉപഹാരമായി സമ്മാനിച്ചാണ് തുടക്കമായത്. വിദ്യാർത്ഥികളുടെ നിരവധി ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും കളക്ടർ മറുപടി നൽകി. ജില്ലയുടെ വികസന സാധ്യതകൾ, യുവതലമുറയ്ക്കിടയിലെ ലഹരി ഉപയോഗം തടയൽ, സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ, ആഗോള കാലാവസ്ഥാ വ്യതിയാനം, ഉറവിടതല മാലിന്യ നിർമ്മാർജ്ജന രീതികൾ തുടങ്ങിയ വൈവിധ്യമാർന്നതും സമകാലികവുമായ വിഷയങ്ങളെ മുൻനിർത്തിയായിരുന്നു കുട്ടികളുടെ ചോദ്യങ്ങൾ. വിവിധ വിഷയങ്ങളിലുള്ള ഭരണപരവും സാമൂഹികവുമായ കാഴ്ചപ്പാടുകൾ കളക്ടർ പങ്കുവച്ചു. പുതിയ തലമുറയുടെ സാമൂഹിക ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഇത്തരം സംവാദവേദികൾ ഏറെ സഹായകരമാണെന്ന് കളക്ടർ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെ അടുത്തറിയാനും സംശയങ്ങൾ നേരിട്ട് ചോദിച്ചറിയാനും മികച്ചൊരു വേദിയാണ് മീറ്റ് യുവർ കളക്ടർ 2.0. കുതിരാൻ തുരങ്കത്തിനകത്ത് 5ഓളം വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. CCTV ദൃശ്യം CTV ചാനലിന് ലഭിച്ചു. പട്ടിക്കാട് കുതിരാൻ തുരങ്കത്തിനുള്ളിൽ ഒന്നിന് പിറകിൽ ഒന്നായി 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. 3 പിക്കപ്പ് വാനുകളും 1 ബസും ലോറിയും അപകടത്തിൽപ്പെട്ടു. പുലർച്ചെ 4:30 തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടം. ലോറിക്ക് പിറകിൽ പിക്കപ്പ് വാൻ ഇടിക്കുന്നതോടെ അപകടത്തിന് തുടക്കമായി. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള പിക്കപ്പ് വാനിലെ ഡ്രൈവർക്ക് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. വാഹനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ഇയാളെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. പീച്ചി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ, പിടിച്ചെടുത്ത കഞ്ചാവും MDMA-യും കൂട്ടിയിട്ട് കത്തിച്ച് തൃശൂർ സിറ്റി പോലീസ്.
പോലീസിന്റെ പുതിയ ഓപ്പറേഷൻ തൂഫാൻ പ്രകാരം തൃശൂർ ജില്ലയിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ പൊതുജന അവബോധത്തിന് വേണ്ടി കത്തിച്ച് നശിപ്പിച്ചു. 60 കിലോ കഞ്ചാവ്, മെത്താഫെറ്റമിൻ 134 ഗ്രാം, 390 ഗ്രാം ഹാഷിഷ് ഓയിൽ കൂടാതെ കഞ്ചാവ് ബീഡിയും പുകയില ഉൽപ്പന്നങ്ങളും കത്തിച്ചു. കോടതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ മാസങ്ങളിൽ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയവയാണ് ഇതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരായ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പോലീസ് പൊതുജനങ്ങളിൽ എത്തിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കോർപ്പറേഷന് സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ്. CPM ലോക്കൽ കമ്മിറ്റി അംഗവും തെക്കുംകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ VG ജയസൂര്യനെ വധിക്കുമെന്ന ഭീഷണി. തൃശൂർ പാണ്ടിപ്പറമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനു സമീപം പുതിയതായി നിർമ്മിച്ച റോഡുകളിൽ മഴയെ തുടർന്ന് വെള്ളം കെട്ടിനിൽക്കുന്നു. പൂവഞ്ചിറയിൽ മോഷണം, വീട്ടമ്മയുടെ സ്വർണമാല കവർന്നു, CCTV ദൃശ്യം പുറത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.